ഹലോ ഫ്രണ്ട്സ്, എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ജാതിക്കയുടെ പുറന്തോട്, ജാതിപത്രി, ജാതിക്ക കുരു ഇതിനെല്ലാം ധാരാളം ഔഷധ ഗുണങ്ങളും ആരോഗ്യ ഗുണങ്ങളും ഉണ്ടെന്ന് നമുക്കറിയാം. കറികൾക്ക് രുചിയും ഗന്ധവും എല്ലാം കൂട്ടാൻ നാം ഇവ ഉപയോഗിക്കുന്നുണ്ട്. കൂടാതെ ജാതിക്കയിൽ ധാരാളം ആൻറ്റി ഓക്സിഡൻറ്റുകളും അടങ്ങിയിട്ടുണ്ട്. ഇന്ന് ഞാൻ ഈ ജാതിക്കയുടെ പുറന്തോട് വെച്ച് ഒരു അച്ചാറാണ് തയ്യാറാക്കി കാണിക്കുന്നത്. അതിനായിട്ട് അതിൻ്റെ പുറന്തോട് ഇതുപോലെ ഗ്രേറ്ററിൽ ഞാൻ അരിഞ്ഞെടുത്ത് അല്പം ഉപ്പ് കൂടെ ചേർത്ത് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അച്ചാറുണ്ടാക്കാൻ തുടങ്ങാം. ഒരു കടായിലേക്ക് ഞാൻ 3 ടീസ്പൂൺ എള്ളെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത്, അതായത് നല്ലെണ്ണ. അതിലേക്ക് 1/2 ടീസ്പൂൺ കടുക് ചേർത്ത് അതുപോലെ തന്നെ 1/2 ടീസ്പൂൺ ഉലുവയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അത് മൂത്ത് വരുമ്പോൾ ഒരു 3 ടീസ്പൂണോളം ഇഞ്ചി അരിഞ്ഞതും ഒരു 15 വെളുത്തുള്ളി അരിഞ്ഞതും ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. കൂടാതെ 2 പച്ചമുളകും ചെറുതായി അരിഞ്ഞത് ഇട്ട് കൊടുത്തിട്ട് ഒരു പിടി കറിവേപ്പിലയും കൂടെ ഇട്ട് നമുക്കിത് നന്നായിട്ട് മൂപ്പിച്ചെടുക്കണം. നന്നായിട്ട് മൂത്ത് വരുമ്പോൾ നമ്മൾ നേരത്തെ ഉപ്പ് ചേർത്ത് തിരുമ്മി വെച്ചിട്ടുള്ള ആ ഗ്രേറ്റ് ചെയ്ത ജാതിക്കയുടെ പുറന്തോട് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് ഇതുപോലെ എണ്ണയിൽ ഒരു 2-3 മിനിറ്റ് നേരം നന്നായിട്ട് വഴറ്റിയെടുക്കണം. എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണേ. കൂടാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ ഒന്ന് സപ്പോർട്ടും കൂടെ ചെയ്യണേ. ഇതുപോലുള്ള നല്ല റെസിപ്പികളുമായിട്ട് ഞാൻ വരുന്നതായിരിക്കും. ഇപ്പോൾ ആ ജാതിക്ക ഗ്രേറ്റ് ചെയ്തത് നന്നായി മൂത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് നമുക്ക് ഇനി പൊടികൾ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 2.5 ടീസ്പൂൺ മുളക് പൊടിയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അതിനുശേഷം ഞാൻ 1/2 ടീസ്പൂൺ കായപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇത് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കണം. അതിനുശേഷം 1/4 ടീസ്പൂൺ ഉലുവാപ്പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത ശേഷം ഉപ്പ് ആവശ്യമാണെങ്കിൽ മാത്രം അല്പം കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കത് 1 മിനിറ്റ് നേരം ഒന്ന് മൂടി വെച്ച് ഒന്ന് വേവിച്ചെടുക്കാം. വെള്ളമൊന്നും ചേർക്കണ്ട. അതിനുശേഷം തീ ഓഫാക്കിയിട്ട് നമുക്ക് 2 ടീസ്പൂൺ വിനാഗിരി കൂടെ ഞാൻ അതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇത് പെട്ടെന്ന് കേടുവരാതിരിക്കാൻ വേണ്ടിയാണ് വിനാഗിരി ചേർത്ത് കൊടുക്കുന്നത്. ആ വിനാഗിരി കൂടെ ചേർത്ത് കഴിഞ്ഞാൽ ഇവിടെ അച്ചാർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. താങ്ക് യു ഫോർ വാച്ചിങ്.